ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ്. ഇതിൽ ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് എന്നെ കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഞാനിതാ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് ഒരു 6:30 ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. മോനും മോളൊക്കെ നല്ല ഉറക്കം തന്നെയാണ്. ഞാൻ വേഗം കിച്ചണിലോട്ടാണ് നേരെ പോയത്. ഉമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ തന്നെയാണ് കിച്ചണിൽ എല്ലാം ചെയ്യാറുള്ളത്. ഈ രാവിലെ തന്നെ കിച്ചണിലോട്ട് പോയപ്പോൾ ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ള ഡൗട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്നാണ് എനിക്ക് ഈ ദോശൻ്റെ ഓർമ്മ വന്നത്. ഇത് ഞാൻ 2 ദിവസം മുമ്പേ ബബിലൂൺ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അപ്പോൾ എന്നും ഒരേ തന്നെ ഉണ്ടാക്കിയാലും ഓന് കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ദോശക്കുള്ള മാവ് അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും ഇട്ട് ഇത് മാവ് അരയ്ക്കാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ദോശൻ്റെ റെസിപ്പി ഞാൻ ഒരു 15 ദിവസം മുമ്പ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണിത്. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ ഒട്ടും ടൈമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ ഒരു ദോശ ചുട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ദോശൻ്റെ മാവ് ഒരു ചൂടുള്ള സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി കൊടുത്തിരുന്നു. പിന്നെ ഞാൻ അവിടെ ചീരൻ്റെലാണ് വെക്കുന്നത്. ബബലുവിന് 2 ദിവസം മുമ്പേ ഞാൻ ഈ ഒരു ദോശക്ക് ഈ ഒരു ചട്നി ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു, എനിക്കിനി ഇത് മതി എന്നൊക്കെ പറയലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിനുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ദോശക്ക് ചട്നിയാണ് ഞങ്ങൾക്ക് ഇവിടെ കൂടുതലും ഇഷ്ടം. സാമ്പാറൊന്നും രാവിലെ വെച്ചില്ല, അതുകൊണ്ട് ചട്നിയാണ് കൂടുതലും വെക്കാറുള്ളത്. അങ്ങനെ ചട്ടിനിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ദോശൻ്റെ മാവ് പൊങ്ങി വരാനുള്ള ടൈമുണ്ട്. 20 മിനിറ്റ് എടുക്കും അത് പൊങ്ങി വരാനായിട്ട്. ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ഞാൻ കുറച്ച് ചെറുപയറിനുള്ളത് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. മൂക്ക് ചെറുപയർ കറി വെക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ കുറച്ചെങ്കിലും ചോറ് കഴിക്കാനൊന്ന് കൂട്ടാക്കും. പിന്നെ ഇന്ന് പച്ചക്കറി വെക്കുന്നുണ്ട്. അതിലേക്കുള്ള പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും വേഗം തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ വേഗം തന്നെ പണി തീർന്നിട്ടും. അപ്പോൾ ഞാൻ ഓരോന്നും വേഗം ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ അടുക്ക് ബബലുവിനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിക്കുകയൊക്കെ വേണം. പിന്നെ ഞാൻ ഇവിടെ ദോശൻ്റെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റായിട്ട് തന്നെ എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ ഓരോന്നും ചുട്ടെടുക്കുകയാണ്. ബബലുവിനെ അതിൻ്റെ അടുക്ക് ഞാൻ പോയി കുളിപ്പിച്ചൊക്കെ ഫ്രഷാക്കി അങ്ങനെ അവൻ്റെ ചായയൊക്കെ കുടിച്ച് പിന്നെ പോകുമ്പോൾ കേട്ടോ വീഡിയോ എടുക്കുന്നത്. എന്നും ബബലുവിനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ മോളും പോരും കേട്ടോ ഞങ്ങളെ കൂടെ. അങ്ങനെ 2 പേരും കൂടി കൈയൊക്കെ പിടിച്ചങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ബബലുവിനൊക്കെ ആക്കി വന്നാൽ കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അവിടെ പോയി നോക്കുമ്പോൾ മെയിനായിട്ട് ഫ്ലവറൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിക്കാനാണ് പോയത്. ഇവിടെ വന്ന് നോക്കുമ്പം ഫ്ലവറിനൊക്കെ എല്ലാത്തിനും വില ഒന്ന് ചോദിച്ചേക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഫ്ലവറിനൊക്കെ നോക്കുമ്പോൾ നല്ല റേറ്റ് തന്നെ ഉണ്ട്, ഒടുക്കത്തെ റേറ്റ്. പിന്നെ ഫ്ലവറൊന്നും വാങ്ങിയില്ല. അത്യാവശ്യം നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് റേറ്റ് ഉണ്ട് ഇതിനൊക്കെ. അങ്ങനെ അതൊന്നും വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ തോന്നിയ സാധനമൊക്കെ പുറത്തുനിന്നാണ് വാങ്ങാറുള്ളത്. അങ്ങനെ അവിടെ പോകാനുള്ള മടി കാരണം ഈ ഒരു ഷോപ്പിൽ വന്ന് നോക്കിയതായിരുന്നു. പിന്നെ ഇവിടുന്ന് ഏതായാലും വന്നല്ലേ വെച്ചാൽ കുറച്ച് സാധനമൊക്കെ വാങ്ങി. അങ്ങനെ ഞാനും എൻ്റെ താത്തയും കൂടിയാണ് കേട്ടോ സാധനമൊക്കെ വാങ്ങാൻ പോയി. ഞങ്ങൾ അതൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ കുറച്ചധികം ഫോട്ടോസ് തന്നെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഞാൻ മോൻ്റെ ഫീസ് അടിക്കാൻ പോയിരുന്നു. അപ്പോൾ അവിടുന്ന് ഏതായാലും പോയതല്ലേ എനിക്ക് മോനെയും കൂട്ടിക്കൊണ്ട് വരാൻ വെച്ച് അങ്ങനെ ഞാൻ മോനെയൊക്കെ കൂട്ടി വീട്ടിൽ വന്ന് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്. രാത്രി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാലാണ് ഞാൻ വീഡിയോ എടുത്തത്. ഒരുപാട് പാത്രമൊക്കെ ഉണ്ട് കേട്ടോ കഴുകി വെക്കാനായിട്ട്. ഉമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പം ഫുള്ള് ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. ഞാൻ മോളെയും മോനെയൊക്കെ ഉറക്കി വന്നാലാണ് കേട്ടോ പാത്രം കഴിക്കുന്നത്. അല്ലാണ്ട് മോള് തീരെ അടങ്ങിയിരിക്കുമല്ലോ, എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അടുക്കള ഫുള്ള് വൃത്തിയാക്കി. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനി വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.